Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ സബ്ജക്റ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളെ ഒന്ന് പാസ്സാകണമെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് ഓരോ മൊഡ്യൂൾസ് പഠിക്കണം, ഹൈ സ്കോറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിൻ്റെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ആപ്പിലൂടെ ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. റെക്കോർഡഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് സബ്ജക്റ്റ് വരുന്നത്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ്. നമുക്ക് ഫോർത്തില് കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ ഇവിടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് വരുന്നത്. സോ 5 മൊഡ്യൂൾസ് ആയിട്ട് ആസ് യൂഷ്വൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാൻ സാധിക്കും. ആദ്യം ബേസിക്സ് ആണ് വരുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ തിയറി, ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു തിയറി ചോദ്യം. റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ്, ഇങ്ങനെ ബേസിക് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂളാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. സാധാരണ ഇതിൽ നിന്ന് 2 മാർക്സിന്റെ ഒരു ചോദ്യമോ 5 മാർക്സിന്റെ ഒരു ചോദ്യം, അങ്ങനെ ഒരു 5, 2, 7 മാർക്ക് ആണ് കൂടുതൽ കണ്ട് നമ്മൾ ഇതിൽ നിന്ന് വരാറ് കേട്ടോ. ഓക്കെ, പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിലോട്ട് കിടക്കുന്നു, മൊഡ്യൂൾ നമ്പർ 2. മൊഡ്യൂൾ നമ്പർ 2 എന്ന് പറയുന്നത് വലിയൊരു ചാപ്റ്ററാണ്. അതിൽ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതിൻ്റെ ടൈപ്സ് ആൻഡ് മെത്തേഡ്സ്, അതിലെ കമ്പാരിറ്റീവ്, അതുപോലെ തന്നെ കോമൺ സൈസ്, ട്രെൻഡ്, ഇതാണ് വരുന്നത് ആദ്യം. അതിനുശേഷം നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പിന്നെ റേഷ്യോ അനാലിസിസിലോട്ട് മൊഡ്യൂൾ നമ്പർ 3 വരുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് മൊഡ്യൂൾ നമ്പർ 1 തിയറി ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം മൊഡ്യൂൾ നമ്പർ 2 കടക്കാം. ഇതിൽ നിന്ന് സാധാരണ വരുന്നത് കമ്പാരിറ്റീവ്, കോമൺ സൈസ്, ട്രെൻഡ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്. 2 മാർക്സിൻ്റെ തിയറി ചോദ്യങ്ങൾ 2 3 വരാറുണ്ട്. അങ്ങനെ ഒരു 6 മാർക്സ്, അങ്ങനെ 2 മാർക്സിൻ്റെയും 5 മാർക്സിൻ്റെയും ചോദ്യങ്ങളാണ് സാധാരണ അതിൽ നിന്ന് കണ്ടുവരാറ്. ഓക്കെ, ഇനി റേഷ്യോ അനാലിസിസ് ചാപ്റ്റർ വലിയൊരു ചാപ്റ്ററാണ്. ഒരുപാട് ഫോർമുലാസ് നമുക്ക് പഠിക്കാനുണ്ട്. 2 മാർക്സ്, 5 മാർക്സ്, അതുപോലെ തന്നെ essay 3 പാർട്ടിലും ചോദ്യങ്ങൾ വരും. ബട്ട് ഒരുപാട് ലെങ്ത് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം ഈ ഒരു മൊഡ്യൂളിലോട്ട് പോയാൽ മതി. ഓക്കെ, അതുകൊണ്ട് തന്നെ മൊഡ്യൂൾ നമ്പർ 2 കഴിഞ്ഞാൽ ഞാൻ മൊഡ്യൂൾ നമ്പർ 3 സജസ്റ്റ് ചെയ്യില്ല. ഇത് കഴിഞ്ഞാൽ ഞാൻ സാധാരണ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാറ് മൊഡ്യൂൾ നമ്പർ 5 ആണ്. അപ്പോൾ 3 കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോയി പഠിക്കേണ്ടത് മൊഡ്യൂൾ നമ്പർ 5 ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് മൊഡ്യൂൾ നമ്പർ 5. essay 2 മാർക്സ്, 5 മാർക്സ്, 3 പാർട്ടിലും ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന മൊഡ്യൂളാണത്. അപ്പോൾ ഇതിലെ മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, പിന്നെ PV റേഷ്യോ, കോൺട്രിബ്യൂഷൻ, ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റ്, പ്രോബ്ലംസ്. അപ്പോൾ അങ്ങനെ 2 മാർക്സിൻ്റെ ഒരു 3 4 ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. മിനിമം 3 എക്സ്പെക്ട് ചെയ്യാം. 5 മാർക്സിൻ്റെ പ്രോബ്ലം, തിയറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു 10 മാർക്ക്. അങ്ങനെ essayക്കും ഒരു 10 മാർക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 26 മാർക്ക് മിനിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 5. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസും തിയറിയും നല്ല രീതിയിൽ നോക്കണം. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 2 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പഠിക്കേണ്ടത് മൊഡ്യൂൾ നമ്പർ 5 ആണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് മൊഡ്യൂൾ നമ്പർ 4 കിടക്കാം. ഫണ്ട് ഫോർ ക്യാഷ് ഫ്ലോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു essay വരുന്ന ഫണ്ട് ഫ്ലോ ആണ്. നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. കുട്ടികൾക്ക് പലപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു ഏരിയ ഫണ്ട് ഫ്ലോ ആണ്. ഫണ്ട് ഫ്ലോ പഠിച്ചാൽ ക്യാഷ് ഫ്ലോ കുറച്ചും കൂടി ഈസി ആയിട്ട് അവസാനിപ്പിക്കാൻ പറ്റും. ബട്ട് ചിലർക്ക് ഫണ്ട് ഫ്ലോ ആയിരിക്കും എളുപ്പം, ചിലർക്ക് ക്യാഷ് ഫ്ലോ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്. അപ്പോൾ അത്യാവശ്യം ലെങ്തി ആണ്, വലിയ പ്രോബ്ലംസിൻ്റെ കൺസെപ്റ്റൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. essay കമ്പൽസറി ഒരെണ്ണം 10 മാർക്ക്,
ദെൻ അതുപോലെ തന്നെ 2 മാർക്സിൻ്റെ മിനിമം ഒരു 4 എക്സ്പെക്ട് ചെയ്യാം. 4 × 2 8. ദെൻ എന്താണ് 5 മാർക്കിൻ്റെ എന്തായാലും 1 or 2 എക്സ്പെക്ട് ചെയ്യാം, ഒരു 10 മാർക്ക്. അപ്പോൾ ഒരു 20-28 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മിനിമം. അതിനേക്കാൾ കൂടുതലുള്ള കേട്ടോ, എബവ് 30 വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 4 എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം ടൈറ്റും ആണ്, കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണത്. അപ്പം മൊഡ്യൂൾ നമ്പർ 5 പഠിച്ചാൽ നേരെ നിങ്ങൾ കിടക്കേണ്ടത് മൊഡ്യൂൾ നമ്പർ 4 ആൻഡ് ഫൈനലി നിങ്ങൾ എവിടേക്ക് പോയാൽ മതി? മൊഡ്യൂൾ നമ്പർ 3 റേഷ്യോ അനാലിസിസിലോട്ട് പോയാൽ മതി. അവിടെ നമ്പർ ഓഫ് റേഷ്യോസ്, ഒരുപാട് റേഷ്യോസ് ഉണ്ട്. 2 മാർക്കിൻ്റെ ഒരു 4 ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. 8 മാർക്ക്, 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം എല്ലാ പേപ്പറിലും വരുന്നതാണ്. ചിലപ്പോൾ ഒരു തിയറിയും വരാം. അപ്പോൾ അങ്ങനെയും ഒരു 10 മാർക്ക് SC കമ്പൽസറി. അപ്പോൾ ഇവിടെയും ഒരു 28 മാർക്സിൻ്റെ അടുത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന റേഷ്യോ അനാലിസിസിൻ്റെ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ പഠിക്കുമ്പോഴുള്ള ഓർഡറാണ് ഞാൻ പറഞ്ഞ. ഫസ്റ്റ് തിയറി ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വേഗം നോക്കിയതിന് ശേഷം ചാപ്റ്റർ നമ്പർ 2 ഫിനിഷ് ചെയ്യുക. ദെൻ പിന്നെ മൊഡ്യൂൾ നമ്പർ 5 കിടക്കുക. ദെൻ 4 ആൻഡ് ഫൈനലി 3 കിടക്കുക. ഓക്കെ. ദെൻ എനിക്ക് അഡീഷണൽ ആയിട്ട് നൽകാനുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ചോദിക്കുന്നതാണ് കുട്ടികൾ, ഒന്ന് പാസ്സാകണമെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പാസ്സാകണമെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്സിൻ്റെ ഫുൾ മാർക്ക് അടിക്കണമെങ്കിൽ എല്ലാ ചാപ്റ്ററിലും നമ്മൾ വാട്ട് ഈസ് എന്ന് പറയുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഞാൻ 2 മാർക്സിന് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ പറയും. അതിപ്പോൾ 5 മൊഡ്യൂളിൽ നിന്നും നമുക്ക് മിനിമം അങ്ങനെയുള്ള ഡിറക്റ്റ് ചോദ്യങ്ങൾ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8 മാർക്കിന് 8 ചോദ്യങ്ങളെക്കാൾ കൂടുതലൊക്കെ സ്കോർ ചെയ്യാൻ സാധിച്ചാൽ 10-16 മാർക്ക് അവിടെ തന്നെ കിട്ടി. മനസ്സിലായോ? പിന്നെ 5 മാർക്കിൻ്റെ ഏതെങ്കിലും തിയറി ചോദ്യങ്ങൾ ആദ്യത്തെ 1-2 ഏരിയയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പാസ് മാർക്കിൻ്റെ അടുത്തേക്ക് ഇൻറ്റേർണൽ കൂടി കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ചാപ്റ്ററിൻ്റെയും സിമ്പിൾ 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ പഠിച്ചു പോവുക. തിയറി കുറച്ച് ഏരിയാസ് നോക്കാം, അതൊരു സ്ട്രാറ്റജി. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈസി ഏരിയ ആണ് ആദ്യത്തെ 2 മൊഡ്യൂളും പിന്നെ ലാസ്റ്റ് മൊഡ്യൂളും. ഇത്ര പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ അത് മറ്റൊരു സ്ട്രാറ്റജി. ഇനി ഹൈ സ്കോറിലോട്ട് പോകാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞ ഓർഡർ നന്നായിട്ട് ഫോളോ ചെയ്യുക. പ്രോബ്ലംസിൽ മാർജിനൽ കോസ്റ്റിംഗ് പക്കയായിട്ട് പഠിക്കുക. 2 essay എന്ന് പറയുന്നത് നമുക്ക് ഈ 2 മൊഡ്യൂൾസിൽ നിന്നാണ് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു തിയറി ചോദ്യം എന്ന് പറയുന്നത് മിക്കതും ആദ്യത്തെ 2 മൊഡ്യൂളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നായിരിക്കും. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കിട്ടിയാൽ എളുപ്പമായി ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വരാം തിയറി. പിന്നെ ഒരു പ്രോബ്ലം മറ്റു വരുന്നത് റേഷ്യോ ആണ്. റേഷ്യോ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഹൈ സ്കോറിലോട്ട് പോകണമെങ്കിൽ ലാസ്റ്റ് 2 മൊഡ്യൂൾസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. ദെൻ റേഷ്യോയുടെ ബേസിക് കൺസെപ്റ്റ് തിയറി കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ അല്ലാണ്ട് ബുക്ക് എടുത്തിട്ട് ഈ ഓർഡറിൽ പഠിച്ചു പോവുകയാണെങ്കിൽ പലപ്പോഴും ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ മൊഡ്യൂൾ നമ്പർ 2 കഴിഞ്ഞിട്ട് 3 റേഷ്യോയിലേക്ക് പോകുമ്പോൾ റേഷ്യോ ഒന്നും ഈ അടുത്ത കാലത്ത് പഠിച്ചു കഴിയില്ല. അപ്പോൾ ബുക്ക് എടുത്ത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങാണ് പഠിക്കണത്. ശരി, എവിടെ ഈ 3ാമത്തെ മൊഡ്യൂളായിട്ട് സ്റ്റക്കാ. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ലാസ്റ്റ് 2 മൊഡ്യൂൾസിൽ നിന്നാണ്. അത് തൊടാനുള്ള നേരം കിട്ടിയില്ലേ ഈ റേഷ്യോ ഇരുന്നിട്ട്? റേഷ്യോയിൽ ഒരുപാട് റേഷ്യോസ് ഉണ്ട്. അത് മാത്രമല്ല അതിൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് കഴിയണമെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടാക്ടിക്സ് അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മറ്റൊരു പ്രോബ്ലം പേപ്പറാണ്. ഫിനാൻസ് സ്പെഷ്യലൈസ് ഉള്ള കുട്ടികളുടെ ആ ഒരു പേപ്പറിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ആ ഒരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലെത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദെൻ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.